അതുകൊണ്ട് നിഗളിക്കാനൊന്നുമില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്കിക്കേ, യേശു സ്നേഹിച്ച ഒരു കുടുംബം ലാസറിന്റെ കുടുംബം. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിച്ച ഒരു കൂട്ടർ മറിയം മാർത്തയ. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വെറുതെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് വിളിച്ചു പറയരുത്. അതിന് ചില യോഗ്യതയുണ്ട്. ഈ മഹത്വം കാണാൻ ആദ്യം അവൻ്റെ കാൽക്കൽ വീണ് നിന്റെ കണ്ണുനീര് കൊണ്ട് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് നീ പുറത്തു വരണം. യേശു പറയും, എന്താ മറിയത്തോട് പറഞ്ഞത്? നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ. വിശ്വാസത്തോടെ യേശുവിൻ്റെ പാദാന്തികത്തിലിരിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യണ്ടേ? യേശുവിൻ്റെ കാൽക്കൽ നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നീ കർത്താവിൽ നിന്ന് മോചനം പ്രാപിക്കുക. രണ്ടാമത് അവൻ്റെ പാദാന്തികത്തിലിരുന്ന് അവനോട് നീ പഠിക്കുക. നാട്ടുകാരോട് പഠിക്കാൻ പോയ പിശകുണ്ടാകും. കർത്താവിനോട് പഠിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന്. ഒന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പഠിച്ചവളുടെ ജീവിതത്തിൽ വന്നൊരു മുറിവാണ് തൻ്റെ സഹോദരൻ ലാസർ, ആമേൻ, അവൻ മരിച്ചു പോകാൻ ഇട വന്നത്.